ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ തന്നെയാണ്. 3 ഫേസ് KCB സപ്ലൈ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ലോഡും പവർ ലോഡും സെപ്പറേറ്റ് പോയിൻറ്റുകൾ എത്ര എണ്ണം തന്നിട്ടുണ്ട്, വാട്ടുകൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്. ലൈറ്റ് സബ് സർക്യൂട്ടിന് എത്ര പോയിൻ്റ് ഉണ്ട്, 10 × 40 + 2 × 90 5 × 60 അങ്ങനെ ചെയ്തിട്ട് ടോട്ടൽ എത്ര ലോഡ് വരുന്നുണ്ട്, ലൈറ്റിന് എത്ര വരുന്നുണ്ട് നോക്കാം. പവറിന് എത്ര വരുന്നുണ്ട്, 5 നമ്പർ ഓഫ് 1000 വാട്ടിൻ്റെയാണ്. അപ്പോൾ 5 × 1000 ചെയ്യുമ്പോൾ 5000 ചെയ്യും. അപ്പോൾ ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടുക ഇതും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 6780 ആണ്, അല്ല 8 കിട്ടുക. അതെന്ന് പറയുന്നത് നമ്മുടെ 5000-നേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏത് പവർ സപ്ലൈ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഫേസ് 415 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ചൂസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നമ്പർ ഓഫ് സബ് സർക്യൂട്ട് കാണാനാണ്. അപ്പോൾ എത്ര പോയിൻറ്റുകളുണ്ട്, ലൈറ്റിന് എത്ര പോയിൻ്റ് ഉണ്ട്, 10 + 2 + 5 + 2 + 9 28 ഡിവൈഡഡ് ബൈ ഞാൻ പറഞ്ഞു 10-ന് അടിയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. നോർമലി 8 എടുക്കുക. അപ്പം 3.5 കിട്ടി, അപ്രോക്സിമേറ്റ് ചെയ്ത് 4 എന്ന് എഴുതാം. അതേപോലെ പവർ സബ് സർക്യൂട്ടിന് മൊത്തം 5 നമ്പർ വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാറ്, ഈക്വൽ ടു 2.5 അപ്രോക്സിമേറ്റ്ലി 3 എന്ന് എഴുതി. അപ്പോൾ ടോട്ടൽ 4ഉം 3ഉം 7 സബ് സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ മോഡും മെയിൻ മോഡിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതാൻ കാണാനുള്ള ഇക്വേഷൻ P/√3 V cos ∅ ആണ്. അത് വെച്ചിട്ട് cos ∅ ഞാൻ ഇവിടെ 0.8 എടുത്തു, നമുക്ക് 1 വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതെടുക്കണമെന്ന് വെച്ചാൽ 8 വെച്ചിട്ട് വേണം ടോട്ടൽ കറണ്ടും കാണാം. അതേപോലെ ലൈറ്റിലുള്ള കറണ്ട്, പവറിലുള്ള കറണ്ട്. ലൈറ്റിലുള്ള കറണ്ട് കാണുമ്പോൾ ലൈറ്റിലുള്ള വോൾട്ട് മീൻസ് വാട്ട് പവർ കൊടുക്കുക. പവറിലുള്ള കറണ്ട് കാണുമ്പോൾ പവർ ലോഡ് എത്ര ഉണ്ട് അത് കൊടുക്കുക. എന്നിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കറണ്ട് കാണാം. ഇത് സിംഗിൾ ഫേസിൽ കൂടെ പോകുന്നത്. നമുക്ക് 3 ഫേസ് ആണ്, അതായത് ഒരു ഫേസിൽ കൂടെയാണ് 12. അപ്പോൾ 3 ഫേസിൽ കൂടെ അപ്രോക്സിമേറ്റ്ലി 36 ആംപിയർ പോകും, 3 പ്ലസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ DBൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതുമ്പോൾ 3 ഫേസ് 415 വോൾട്ടാണ്. 3 ഫേസ് ആയതുകൊണ്ട് തന്നെ TPN ആണ്, TPIC ആണ്. 36-ന് കൂടുതൽ 40 എടുത്തു. പിന്നെ 4 വേ എടുക്കാൻ കാരണം 3 ഫേസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 3 ആണ്, അതായത് മൊത്തം 12 സബ് സർക്യൂട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് 7 സബ് സർക്യൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. 4 വേ എടുത്തു കഴിഞ്ഞാൽ 3 × 4 12 സബ് സർക്യൂട്ട് കിട്ടും. അതിൽ 7 എണ്ണം യൂസ് ചെയ്യാൻ, ബാക്കി 5 എണ്ണം സ്പെയർ ആക്കി വെക്കാം. അതിങ്ങനെ എഴുതി വെക്കണം. 4 മിനിമം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അതിൽ അടിക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് 4 നമ്മളെടുത്തത്. പിന്നെ മെയിൻ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതേപോലെ എഴുതാം. 3 ഫേസ് 415 വോൾട്ട് TPIC ആണ്. 40 ആംപിയറിൻ്റെ ഫ്യൂസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് അടുത്തത് വരുന്നത് 63 ആംപിയർ ആണ്. അപ്പോൾ 63 ആംപിയറിൻ്റെ SFU യൂണിറ്റ് യൂസ് ചെയ്തു എന്ന് എഴുതാം. പിന്നെ അടുത്ത് വരുന്നത് MCB RCBOൻ്റെ സ്പെസിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു ആദ്യം കയറുക RCBOയിലാണ്. അപ്പോൾ ഏതാണോ ആംപിയറിൽ കയറുന്നത് 40 ആംപിയറിലാണ് കയറുന്നത്. അപ്പോൾ 415 വോൾട്ട്. 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസും ഉണ്ട്, ഒരു ന്യൂട്രലുണ്ട്. അപ്പോൾ 4 പോൾ RCBO വിത്ത് 30 മില്ലി ആംപിയർ സെൻസിറ്റിവിറ്റി, അത് എപ്പോഴും കോമൺ ആണ്. പിന്നെ ഔട്ട് ഗോയിങ് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് സബ് സർക്യൂട്ടിൽ എത്ര എണ്ണം 3 ആംപിയർ ആണ് കറണ്ട് വന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു 6 ബി കർവ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 ആംപിയർ തന്നെയാണ്. സി കർവ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 16 ആംപിയർ തന്നെയാണ്. ഇവിടെ സി കർവ് യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ സർക്യൂട്ടിൽ എല്ലാത്തിലും ബി കർവ് തന്നെയാണ് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 4 നമ്പർ ഓഫ് ലൈറ്റ് സബ് സർക്യൂട്ടും വേണം, 3 നമ്പർ ഓഫ് പവർ സബ് സർക്യൂട്ടും വേണം. അപ്പോൾ എന്ത് എഴുതണം, 4 നമ്പർ ഓഫ് ബി കർവുള്ള MCB 6 ആംപിയറിൻ്റെ വേണം, 3 നമ്പർ ഓഫ് സി കർവുള്ള MCB 16 ആംപിയറിൻ്റെ വേണം എന്ന് എഴുതി വയ്ക്കും. അതേപോലെ സൈസ് ഓഫ് വയർ എഴുതുമ്പോൾ ലൈറ്റ് സബ് സർക്യൂട്ടിന് 1 mm² കോപ്പറും പവർ സബ് സർക്യൂട്ടിന് 2.5 mm² കോപ്പർ തന്നെയാണ്. ഇനി സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സെയിം തന്നെ. ഇൻകമ്മിങ് സപ്ലൈ KCB എന്ന് വരുന്നു. എനർജി മീറ്ററിക്ക് കയറി ഒരു കട്ട് ഓഫ് ഫ്യൂസ് വഴി SFU യൂണിറ്റിൽ വന്നു. അപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് പിന്നെ കയറുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം കയറുന്നത് RCBOയിലാണ്. അപ്പോൾ ആ ഇൻകമ്മിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതി വയ്ക്കുക. പിന്നെ വരുന്നത് 4 വേ ആണ്, 3 ഫേസ് ആണ്. അപ്പോൾ 3 ഫേസിന് എന്തായാലും 3 പോളുണ്ടാവും. 1 2 3 RYB പോളുണ്ടാവും. ഓരോ പോളിലും 4 എണ്ണം ഉണ്ടാവും എന്നാണ് ഈ 4 വേ എന്ന് ഉദ്ദേശിക്കുന്നത്. 4 വേ TPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോളിലും 4 എണ്ണം ഉണ്ടാവും. 4 വേ SPN ആണെങ്കിൽ ഒറ്റ പോൾ ഉണ്ടാവുള്ളൂ, അതിൽ 4 എണ്ണം ഉണ്ടാവും. അത് സിംഗിൾ ഫേസിനെ യൂസ് ചെയ്ത് 3 ഫേസിന്. അപ്പോൾ ഇതിൽ 4 എണ്ണം വരച്ച് ഇങ്ങനെ വരച്ച് വയ്ക്കുക. എന്നിട്ട്
നമുക്ക് 4 ലൈറ്റ് സബ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഒന്നിവിടെ കൊടുത്തു, ഒന്ന് ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ തന്നെ കൊടുത്തു. അപ്പോൾ 2 ഇതിൽ വന്നു, 1 ഇതിൽ വന്നു, 1 ഇതിൽ വന്നു. പിന്നെ 3 പവർ സബ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നിലും ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് അവിടെ എഴുതി വെക്കണം 2 ലൈറ്റ് സർക്യൂട്ട് 1, 2 ലൈറ്റ് സർക്യൂട്ട് 2, 2 ലൈറ്റ് സർക്യൂട്ട് 3, 2 ലൈറ്റ് സർക്യൂട്ട് 4, പിന്നെ 2 16 ആംപിയർ സോക്കറ്റ് ഒന്നാമത്തത് രണ്ടാമത്തത് ഉണ്ട്. ബാക്കിയുള്ള സ്പെയറാന്ന് എഴുതി വയ്ക്കാം. പവറിനുള്ള വയറിൻ്റെ സൈസ് ഇതാണ്, ലൈറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണെന്ന് അവിടെ എഴുതി വെക്കണം. അത്രേ ഉള്ളൂ.